ജനാധിപത്യ വിശ്വാസികൾ ഒന്നിച്ചു നിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെ മതനിരപേക്ഷത ശക്തമായി നിലനിൽക്കേണ്ടതുണ്ട്. വർഗീയത നമ്മുടെ നാടിന് ആപത്തെ സൃഷ്ടിക്കുകയുള്ളൂ. വർഗീയതയുമായി ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും സ്വീകരിക്കാൻ പാടില്ല. വിട്ടുവീഴ്ചയില്ലാതെ വർഗീയതയെ അകറ്റി നിർത്താൻ കഴിയണം. ഇവിടെ രാജ്യത്തുണ്ടായ ഒട്ടേറെ ദുരനുഭവങ്ങളുണ്ട്. ഇവിടെയും അത്തരത്തിലുള്ള ഒട്ടേറെ അനുഭവങ്ങൾ കാണാൻ കഴിയും. പക്ഷേ ഒരു വർഗീയതയെ നേരിടാൻ മറ്റൊരു വർഗീയത കൊണ്ട് കഴിയില്ല എന്നത് കൃത്യമായി നാം മനസ്സിലാക്കണം. വർഗീയതയെ നേരിടാൻ മറ്റൊരു വർഗീയത രൂപം കൊണ്ടാൽ അത് വർഗീയതയെ ശക്തിപ്പെടുത്തുക മാത്രമേ ചെയ്യൂ. ഇവിടെ ഭൂരിപക്ഷ വർഗീയത വലിയ തോതിൽ അഴിഞ്ഞാടുകയും ഒട്ടേറെ ക്രൂരകൃത്യങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ വർഗീയതയെ ഞങ്ങൾ തന്നെ നേരിട്ട് കൊള്ളാം എന്ന് ഏതെങ്കിലും ന്യൂനപക്ഷ വിഭാഗത്തിലെ ഒരു കൂട്ടർ കണക്കാക്കി അങ്ങനെയൊരു ന്യൂനപക്ഷ വർഗീയതയ്ക്ക് രൂപം കൊടുത്താൽ അത് തീർത്തും ആത്മഹത്യാപരമായ സമീപനമായിരിക്കും. ഒരു വർഗീയതയെ മറ്റൊരു വർഗീയത കൊണ്ട് നേരിടാനാവില്ല. ഈ രണ്ട് വർഗീയതയും പരസ്പര പൂരകങ്ങളായി പ്രവർത്തിക്കുകയാണ് ചെയ്യുക. അപ്പോൾ വർഗീയതയെ എതിർക്കുന്നത് മതനിരപേക്ഷതയുടെ ഭാഗമായിട്ട് മാത്രമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷ സമൂഹമാകെ വർഗീയത എതിർക്കാൻ തയ്യാറാവണം. നമ്മുടെ രാജ്യത്തായാലും കേരളത്തിലായാലും ഭൂരിപക്ഷ ന്യൂനപക്ഷ വ്യത്യാസമില്ലാതെ ഭൂരിപക്ഷത്തിലും ന്യൂനപക്ഷത്തിലും മഹാഭൂരിപക്ഷം മതനിരപേക്ഷ ചിന്താഗതിക്കാരാണ്. ആ മതനിരപേക്ഷത ശക്തിപ്പെടുത്തുകയാണ് വേണ്ടത്. മതനിരപേക്ഷതയുടെ ഭാഗമായി നിന്നുകൊണ്ട് മാത്രമേ വർഗീയതയെ തുരത്താനാവുകയുള്ളൂ, വർഗീയതയെ ഒറ്റപ്പെടുത്താനാവുകയുള്ളൂ. അപ്പോൾ വർഗീയതയോട് ഏത് വർഗീയതയായാലും ഒരു തരത്തിലുള്ള മൃദു സമീപനവും സ്വീകരിച്ചു പോകാൻ സാധാരണ നിലക്ക് പാടില്ല. അത് മതനിരപേക്ഷതയ്ക്ക് ആപത്ത് മാത്രമേ ഉണ്ടാക്കൂ. അങ്ങനെ മൃദു സമീപനം സ്വീകരിച്ചാൽ അതിൻ്റെ അർത്ഥം വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്നതാണ്. ഇത് കൃത്യമായി തിരിച്ചറിഞ്ഞുള്ള സമീപനം പൊതുവെ നമുക്ക് സ്വീകരിക്കാൻ കഴിയേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെയൊരു കാലത്ത് നന്മ എന്നത് കേവലം ഒരു വാക്കായി അവശേഷിക്കാൻ പാടില്ല. അതൊരു ജീവിതാശയമായി തന്നെ മാറ്റാൻ നമുക്ക് കഴിയണം. പരസ്പരം കരുതലും സ്നേഹവും പങ്കുവെക്കുന്ന വിവേചനങ്ങളില്ലാത്ത ഒരു ലോകമാണ് വരും തലമുറക്കായി നാം കരുതി വെക്കേണ്ടത്. ഈ കാഴ്ചപ്പാടാണ് നമ്മുടെ സംസ്ഥാനം മുന്നോട്ട് വെക്കുന്നത്. ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ വർഗീയതയുടെ കനലെരിയുമ്പോഴും കേരളം ഒരു ശാന്തി തീരമായി നിലകൊള്ളുകയാണ്. നമ്മൾ പുലർത്തി വരുന്ന വിട്ടുവീഴ്ചയില്ലാത്ത മതനിരപേക്ഷ നിലപാടുകളാണ് ഇതിന് കാരണം. കേരളത്തിൽ വർഗീയ ശക്തികളില്ലാത്തത് കൊണ്ടല്ല, പക്ഷേ നാം ശാന്തമായ ജീവിതം നയിക്കാൻ കഴിയുന്നൊരു സമൂഹമായി നിലകൊള്ളുന്നു. പറയത്തക്ക വർഗീയ സംഘർഷങ്ങളോ മറ്റ് പ്രശ്നങ്ങളോ നമ്മുടെ സംസ്ഥാനത്ത് കാണാനില്ല. ഇത് നമ്മുടെ ഒരു പ്രത്യേകതയായി
രാജ്യത്ത് തന്നെ ഒരു വലിയ തുരുത്തായി മതനിരപേക്ഷതയുടെ ശക്തി കേന്ദ്രമായി കേരളത്തിന് നിലനിൽക്കാൻ കഴിഞ്ഞതിൻ്റെ ഭാഗമാണ്. പക്ഷേ നമ്മൾ ഓർക്കണം, എങ്ങനെയാണ് ഇത്തരമൊരവസ്ഥ വന്നത് എന്നത്. ഇവിടെ ഇത്തരമൊരു കാലത്ത് അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാണിക്കുന്നത് സാങ്കത്യമുള്ളതാണെന്ന് കരുതുകയാണ്. നമ്മുടെ കേരളത്തിലും വർഗീയ പ്രശ്നങ്ങളുണ്ടായിട്ടില്ലേ? വർഗീയ കലാപങ്ങളുണ്ടായിട്ടില്ലേ? ഞാൻ ആദ്യം MLA ആകുന്നത് 1970 കാലത്തായിരുന്നു. 1971 തലശ്ശേരി കലാപം നടന്നത്. ആ കലാപം വലിയ തോതിലുള്ള സംഘർഷാവസ്ഥ തലശ്ശേരിയിൽ സൃഷ്ടിക്കപ്പെട്ടു. ഒരുപാട് ആരാധനാലയങ്ങൾ ആക്രമിക്കപ്പെട്ടു, കച്ചവട സ്ഥാപനങ്ങൾ ആക്രമിക്കപ്പെട്ടു, വീടുകൾ ആക്രമിക്കപ്പെട്ടു, പലർക്കും സ്വത്തുവകകൾ നഷ്ടപ്പെട്ടു, പലർക്കും സ്വർണം നഷ്ടപ്പെട്ടു, പണം നഷ്ടപ്പെട്ടു. അങ്ങനെ പലതും നഷ്ടപ്പെട്ട ജനവിഭാഗങ്ങൾ. എന്നാൽ അവിടെ ഒരു ജീവൻ നഷ്ടപ്പെട്ടു. ആ ജീവൻ നഷ്ടപ്പെട്ടത് ഞങ്ങളുടെ ഒരു സഖാവിൻ്റെ ജീവനായിരുന്നു. അദ്ദേഹം എങ്ങനെയാണ് ജീവൻ നഷ്ടപ്പെടാനിടയായത്? അവിടെയുള്ള കലാപം ശമിപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ആ കാലത്ത് സ്വീകരിച്ചൊരു സമീപനമുണ്ടായിരുന്നു. ആത്മാഹൂതി ചെയ്തു പോലും മതനിരപേക്ഷത സംരക്ഷിക്കുക എന്നതായിരുന്നു അന്ന് ഞങ്ങൾ നൽകിയ ആഹ്വാനം. അതിൻ്റെ ഭാഗമായി എല്ലാ സ്ഥലങ്ങളിലും വളണ്ടിയർമാർ ആരാധനാലയങ്ങൾ സംരക്ഷിക്കാൻ വരെ കാവൽ നിന്നു. അങ്ങനെ കാവൽ നിന്ന ഒരിടമായിരുന്നു മെരുവമ്പായി പള്ളി. ആ മെരുവമ്പായി പള്ളി ആക്രമിക്കാൻ അന്ന് ഈ കലാപത്തിന് നേതൃത്വം കൊടുക്കുന്ന വിഭാഗം എത്തി. അത് RSSൻ്റെ അറിയപ്പെടുന്നവരടക്കമായിരുന്നു. അപ്പോൾ അവിടെ നിൽക്കുന്ന വളണ്ടിയർമാരുടെ നേതാവ് UK കുഞ്ഞിരാമൻ, അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ തിരിച്ചു പോകണം, ഈ പള്ളി ആക്രമിക്കാൻ പറ്റില്ല. പക്ഷെ അവർക്ക് ആക്രമിച്ചേ പറ്റൂ. അപ്പോൾ ഇവർ പറഞ്ഞു, നിങ്ങൾക്ക് ആക്രമിക്കണമെങ്കിൽ ഞങ്ങളെ ശരീരത്തിലൂടെ വേണം അങ്ങോട്ട് കടക്കാൻ, ഇതിനിപ്പുറം കടക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. തൽക്കാലം അവർക്കതിന് കഴിയില്ല എന്ന് വന്നു. അവർ തിരിച്ചുപോയി. പക്ഷേ ആ അമർഷം, ആ പക അതവർ തീർത്തു. ഈ രാത്രി മുഴുവൻ കാവൽ നിന്ന് പിറ്റേ ദിവസം പുലർച്ചെ UK കുഞ്ഞിരാമൻ ഈ മെരുവമ്പായി പള്ളിയുടെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ വീട് നിർവേലി ഭാഗത്താണ്, അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ ഒരു ഭാഗത്ത് കാവൽ നിന്ന് ഇവർ അദ്ദേഹത്തെ ആക്രമിച്ചു. അതിലാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നത്. ഇതുപോലുള്ള ഒട്ടനേകം സംഭവങ്ങൾ ഇവിടെ ചാലയിൽ നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണല്ലോ. ആ കലാപത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. പട്ടാളത്തിനെ ഇറക്കേണ്ടി വന്നു ആ കാലത്ത് ആ കലാപം ശമിപ്പിക്കാൻ. നിരവധി കടകൾ, സ്ഥാപനങ്ങൾ ഒക്കെയാണ് ആ കാലത്ത് തീവച്ച് നശിപ്പിച്ചത്. പോലീസിന് വെടിവെക്കേണ്ടിയും വന്നു. ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തു ആ കലാപത്തിൽ. ഇതെല്ലാം നമ്മുടെ നാടിൻ്റെ ഭാഗമായി ഉള്ള കാര്യങ്ങളാണ്. അതേപോലെ തന്നെ പള്ളിത്തോട്ടത്തിൽ അവിടെ വീടുകളും മത്സ്യബന്ധന ഉപകരണങ്ങളുമെല്ലാം വലിയ തോതിൽ നശിപ്പിക്കുന്ന അവസ്ഥയുണ്ടായി. പോലീസിന് വെടിവെക്കേണ്ടി വന്നു. ഒരു മരണവും അവിടെ സംഭവിച്ചു. ഏറ്റവും വലിയ തോതിലുള്ള ഒരു കലാപമാണ് മട്ടാഞ്ചേരിയിൽ ഒരു കാലത്ത് നടന്നത്. അവിടെ പോലീസിന് വെടിവെക്കേണ്ടി വന്നു. കച്ചവട സ്ഥാപനങ്ങൾ കൊള്ളയടിക്കുന്ന അവസ്ഥയുണ്ടായി. ഒരാൾ
കൊല്ലപ്പെടുന്ന നിലയും വന്നു. ഒട്ടനേകം പേർക്ക് പരിക്കേൽക്കുന്ന നിലയുണ്ടായി. പാലക്കാട് കലാപമുണ്ടായപ്പോൾ നിരവധി വീടുകളും വ്യാപാര സ്ഥാപനങ്ങളുമാണ് നശിപ്പിക്കപ്പെട്ടത്. പോലീസ് വെടിവെപ്പുണ്ടായി. പലരുടെയും ഓർമ്മയിൽ ഇപ്പോഴും സിറാജുന്നീസ ഉണ്ടാവും. വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന 11 വയസ്സുള്ള കുട്ടി അന്ന് വെടിയേറ്റ് മരണപ്പെട്ടു. ആ കലാപത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. ഇവിടെ പൂന്തുറയിൽ വലിയ കലാപമുണ്ടായത് ആളുകൾ മറന്നിട്ടുണ്ടാവില്ല. 6 പേരായിരുന്നു ആ കലാപത്തിൽ കൊല്ലപ്പെട്ടത്. നിരവധി വീടുകളും കടകളും നശിപ്പിക്കുന്ന അവസ്ഥയുണ്ടായി. മട്ടാഞ്ചേരിയിൽ 3 പേര് കൊല ചെയ്യപ്പെട്ട ഒരു കലാപം വീണ്ടുമുണ്ടായി. പോലീസ് ജീപ്പ്, ഓട്ടോറിക്ഷ ഇവയെല്ലാം തീക്കൊടുക്കുന്ന അവസ്ഥയും വന്നു. അവിടെയും പോലീസ് വെടിവെക്കേണ്ടി വന്നു. കാസർഗോഡ് ബേക്കൽ, കാസർഗോഡ് മഞ്ചേശ്വരം എന്നീ സ്ഥലങ്ങളിൽ 8 ദിവസം നീണ്ട വർഗീയ സംഘർഷം, അതിൽ 7 വലിയ സംഘർഷങ്ങൾ, അതിൻ്റെ ഭാഗമായി 7 പേർ കൊല്ലപ്പെടുന്ന അവസ്ഥ. ഇതിനു പുറമെ പോലീസ് വെടിവെപ്പ്, ഒരാൾ അതിലും കൊല്ലപ്പെടുന്ന അവസ്ഥ. ഇതെല്ലാം നമ്മുടെ നാട്ടിൽ വിവിധ ഘട്ടങ്ങളിൽ നടന്ന കാര്യങ്ങളാണ്. അത് കഴിഞ്ഞതിൻ്റെ തൊട്ട് പിറ്റത്തെ വർഷം വീണ്ടും കാസർഗോഡിൽ സംഘർഷം, കലാപം, 4 പേർ കൊല്ലപ്പെടുന്നു. നിരവധി വാഹനങ്ങൾ, വീടുകൾ, ഷോപ്പുകൾ എല്ലാം നശിപ്പിക്കുന്നു. ഇതിനെല്ലാം ശേഷമാണ് മാറാടെ 1-ാം കലാപം നടക്കുന്നത്. മാറാട് 1ഉം 2ഉം കലാപങ്ങളുണ്ടായി. ആ 1-ാം കലാപത്തിൽ 5 പേർ കൊല്ലപ്പെട്ടു. വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ അതിൻ്റെ ഭാഗമായി ഉണ്ടായി. അടുത്ത വർഷം, പിന്നീടൊരു 2 വർഷം പിന്നിടുമ്പോഴാണ് മാറാട് 2-ാം കലാപം. ആ 2-ാം കലാപത്തിൽ 9 പേർ കൊല്ലപ്പെട്ടു. മാരകമായ പരിക്ക് 21 പേർക്കുണ്ടായി. അനേകം പേർക്ക് പരിക്ക്. അവിടെ വീടുകൾ വലിയ തോതിൽ ആക്രമിക്കപ്പെട്ടു. 12 ഫൈബർ വള്ളങ്ങളും ഒരു ബോട്ടും തീവച്ച് നശിപ്പിക്കുന്ന അവസ്ഥയുണ്ടായി. എല്ലാം നമ്മുടെ കേരളത്തിൽ തന്നെ സംഭവിച്ചതായിരുന്നു. ഇവിടെ പൂവാറ് സംഘർഷമുണ്ടായപ്പോൾ നിരവധി പേർക്ക് പരിക്ക്, ഒട്ടേറെ വീടുകൾ തീവച്ച് നശിപ്പിക്കുന്ന അവസ്ഥ. കാസർഗോഡ് വീണ്ടും സംഘർഷം, 4 പേർ കലാപത്തിൽ കൊല്ലപ്പെട്ടു. നിരവധി കടകളും വീടുകളും നശിപ്പിക്കുന്ന അവസ്ഥയുണ്ടായി. നമുക്കറിയാം, വലിയ തുറയിലുണ്ടായിരുന്ന വലിയ സംഘർഷം, വലിയ തുറയല്ല, ചെറിയ തുറ, വലിയ സംഘർഷം. അവിടെ 6 പേരാണ് കൊല്ലപ്പെട്ടത്. പലതരത്തിലുള്ള സംഘർഷങ്ങളാണ് ഉയർന്നു വന്നത്. പോലീസ് വെടിവെപ്പ് വലിയ തോതിൽ അവിടെ നടക്കുകയുണ്ടായി. നിരവധി കടകൾ, വാഹനങ്ങൾ എല്ലാം നശിപ്പിക്കപ്പെട്ടു. വീണ്ടും കുറച്ച് വർഷം കഴിഞ്ഞപ്പോൾ കാസർഗോഡ് വീണ്ടും കലാപം, 2 പേർ കൊല്ലപ്പെട്ടു. നിരവധി വീടുകൾ, കടകൾ, വാഹനങ്ങൾ എല്ലാം നശിപ്പിച്ചു. നമ്മുടെ ഇവിടെ തന്നെ പൂന്തുറയിൽ ഇടയാറ്, അവിടെ സംഘർഷമുണ്ടായി. പലർക്കും പരിക്കേൽക്കുന്ന നില വന്നു. നിരവധി വീടുകളും മറ്റും ആക്രമിക്കപ്പെടുന്ന അവസ്ഥയുണ്ടായി. ഇതെല്ലാം നമ്മുടെ കേരളത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ്. ഞാനിതെല്ലാം പറഞ്ഞത്, കേരളം എന്നത് ഒരു വർഗീയ സംഘർഷം ഒരു കാലത്തും ഇല്ലാതിരുന്നൊരു നാടല്ല. വിവിധ ഘട്ടങ്ങളിൽ വർഗീയ സംഘർഷം ഉണ്ടായിട്ടുണ്ട്. ആ നാട്ടിൽ ഇപ്പോൾ വർഗീയ സംഘർഷം തീർത്തും മാറ്റി നിർത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്.
എന്തുകൊണ്ട്? അതിന് നാം ഉത്തരം കാണേണ്ടത് തന്നെയാണ്. നമ്മൾ ചോദിക്കേണ്ട ചോദ്യം തന്നെയാണത്. നേരത്തെ വർഗീയ സംഘർഷങ്ങളും കലാപങ്ങളും അതിൻ്റെ ഭാഗമായി ജീവനാശവും ഒരുപാട് പേർക്ക് വലിയ തോതിലുള്ള നഷ്ടങ്ങളും സംഭവിച്ച ഒരു പ്രദേശമാണെങ്കിലും അവിടങ്ങളിൽ എല്ലാം ശാന്തത നിലനിൽക്കുന്നു, ശാന്തിയും സമാധാനവും നിലനിൽക്കുന്നു. എന്തുകൊണ്ടാണത്? വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കണം. ഒരു വർഗീയതയെയും പ്രീണിപ്പിക്കുന്ന നിലപാട് സ്വീകരിക്കരുത്. എല്ലാ വർഗീയതയോടും കർക്കശമായ നിലപാട് സ്വീകരിക്കണം. വർഗീയ പ്രശ്നങ്ങളുടെ ഭാഗമായി എന്തെങ്കിലും തരത്തിലുള്ള നീക്കങ്ങളുണ്ടായാൽ അവിടെ കർക്കശമായ ഇടപെടലുണ്ടാവണം. അങ്ങനെ മാത്രമേ വർഗീയത ശമിപ്പിക്കാൻ പറ്റൂ, വർഗീയ സംഘർഷങ്ങൾ ഒഴിവാക്കാൻ പറ്റൂ. ഏതെങ്കിലും ഒന്നിനോട് ചെറിയ തോതിൽ ചാരി നിന്നു എന്ന് വന്നാൽ അത് വർഗീയ സംഘർഷം ഒഴിവാക്കുന്നതിന് വഴിവെക്കില്ല, കൂടുതൽ സംഘർഷങ്ങളിലേക്ക് നീങ്ങുകയാണ് ചെയ്യുക. ഇത് നമ്മുടെ കേരളത്തിൽ കൃത്യമായി മതനിരപേക്ഷതയുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ കാര്യത്തിൽ നമുക്കാകെ അഭിമാനിക്കാം, കേരളത്തിനാകെ അഭിമാനിക്കാം. ഈ കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലമായി കേരളത്തിനകത്ത് ഒരു തരത്തിലുള്ള വർഗീയ സംഘർഷവും നിലനിൽക്കുന്നില്ല. അത് ഇത്തരമൊരു സമീപനത്തിൻ്റെ ഭാഗമായാണ്. ആ സമീപനം സ്വീകരിക്കുന്നവരോട് സ്വാഭാവികമായിട്ട് വിപ്രതിപത്തി ഉണ്ടാവും, അവരോട് വിയോജിപ്പുണ്ടാവും. ആർക്ക്? വർഗീയ ശക്തികൾക്ക്. ആ വർഗീയ ശക്തികൾ അവരുടെ വിയോജിപ്പ് അവരുടേതായിട്ട് മാത്രമല്ല രേഖപ്പെടുത്തുക, അവർ പലതരം വേഷത്തിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കും. അതും നല്ലതുപോലെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടാവും. പക്ഷേ അതുകൊണ്ടൊന്നും വർഗീയതയ്ക്ക് അന്തിമ വിജയം നേടാനാവില്ല. എപ്പോഴും മതനിരപേക്ഷതയ്ക്ക് തന്നെയാണ് കൂടുതൽ കരുത്ത് നേടാനാവുക എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. നാം കാണേണ്ട ഒരു കാര്യം, നമ്മുടെ രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ ന്യൂനപക്ഷങ്ങൾ ഭയാശങ്കയോടെയാണ് കഴിയുന്നത്. എന്നാൽ കേരളത്തിൽ അന്തസ്സോടെ സുരക്ഷിതമായി ജീവിക്കാനുള്ള സാഹചര്യം നമ്മുടെ സംസ്ഥാനം ഉറപ്പാക്കിയിട്ടുണ്ട്. ന്യൂനപക്ഷമായി പോയി എന്നതുകൊണ്ട് മാത്രം ആശങ്കപ്പെടേണ്ടതില്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്നത് പോലുള്ള ഒന്നിൻ്റെ പേരിലും വേവലാതിപ്പെടേണ്ട കാര്യമില്ല. വിവേചനത്തിൻ്റെയോ വിദ്വേഷത്തിൻ്റെയോ രാഷ്ട്രീയത്തിന് കേരളത്തിൻ്റെ മണ്ണിൽ ഇടമുണ്ടാകില്ല എന്ന ഉറച്ച നിലപാടാണ് നാം ഇവിടെ സ്വീകരിക്കുന്നത്. അതിൻ്റേതായ പ്രത്യേകതകൾ കാണാൻ നമുക്ക് സാധിക്കും. ഇവിടെ നാം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ വിവിധ തരത്തിൽ നമ്മുടെ കേരളത്തിലുണ്ടായിട്ടുണ്ടല്ലോ. അത്തരം പ്രശ്നങ്ങളിലും വലിയ തോതിൽ കുറവ് വരുന്നില്ലേ? ഇവിടെ ചില കാലങ്ങളിൽ ചില അധികാര കേന്ദ്രങ്ങളുടെ പിന്തുണയുണ്ട് എന്ന ധാരണയിൽ നടന്നിട്ടുള്ള ആക്രമണങ്ങളില്ലേ? അതിൻ്റെ ഭാഗമായി ചില പ്രത്യേക വിഭാഗങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടില്ലേ? വർഗീയതയുടെ പേരിലല്ല, സംഘടനാപരമായ ഭിന്നതയുടെ പേരിൽ, ആശയപരമായ ഭിന്നതയുടെ പേരിൽ. അത് ഒരേ മതവിശ്വാസികളാകാം, അങ്ങനെയുള്ള ആക്രമണങ്ങൾ ഉണ്ടായിട്ടില്ലേ? നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒട്ടേറെ അനുഭവങ്ങളില്ലേ? അത്തരം തർക്കങ്ങളുടെ, അത്തരത്തിലുള്ള സംഘർഷങ്ങളുടെ ഭാഗമായി ജീവൻ നഷ്ടപ്പെട്ട അനുഭവങ്ങളില്ലേ? താനൂരിലുണ്ടായിട്ടില്ലേ? പാണ്ടിക്കാട് ആമക്കാരുണ്ടായിട്ടില്ലേ? മഞ്ചേരി എളങ്കൂറിലുണ്ടായിട്ടില്ലേ? കേരളത്തെ ആകെ വല്ലാതെ വേദനിപ്പിച്ചൊരു സംഭവമായിരുന്നല്ലോ മണ്ണാർക്കാട്
സഹോദരങ്ങൾ ആക്രമിക്കപ്പെടുകയും അതിൽ 2 പേർ കൊല ചെയ്യപ്പെടുകയും ചെയ്ത സംഭവം. എത്ര 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 സംഭവങ്ങൾ, ഏതെല്ലാം തരത്തിലുള്ള സംഘർഷങ്ങൾ. അധികാരത്തിലുണ്ടായിരുന്നോ ഇല്ലയോ എന്ന് ഞങ്ങൾക്ക് അന്നേരം പ്രശ്നമായിരുന്നില്ല. ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കാൻ ഞങ്ങൾ അന്ന് തയ്യാറായിരുന്നു ഓരോ ഘട്ടത്തിലും. നിങ്ങളത് ഓർക്കുന്നുണ്ടാവും. എന്നാൽ കഴിഞ്ഞൊരു 10 വർഷക്കാലമായി ഇത്തരം അഭിപ്രായ ഭിന്നതകളാകെ തീർന്നു എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഈ രീതിയിൽ സംഘർഷങ്ങളുണ്ടോ? വലിയ കുറവ് വന്നില്ലേ? എന്തുകൊണ്ടാണത്? ആരെയും, തെറ്റ് ചെയ്തവരെ ആരെയും സംരക്ഷിക്കില്ല എന്ന പൊതുവായ നിലപാട് വന്നു. അതാണ് പ്രത്യേകത. എന്തും ചെയ്യാം, ഞങ്ങൾ സംരക്ഷിക്കപ്പെടും എന്ന ബോധം ഇന്ന് ആർക്കും വെച്ചിരിക്കാൻ കഴിയില്ല. കാര്യങ്ങൾ കൃത്യതയോടെ നിർവഹിക്കപ്പെടും. പോലീസ് നടപടികൾ വരുമ്പോൾ നിഷ്പക്ഷമായി തന്നെ കാര്യങ്ങൾ നിർവഹിക്കുമെന്നത് ഉറപ്പുണ്ടാക്കുന്നു. സ്വാഭാവികമായി അതിൻ്റെ ഭാഗമായി തന്നെ വലിയ തോതിലുള്ള ഇത്തരം സംഘർഷങ്ങൾ, ആക്രമണങ്ങൾ കുറഞ്ഞിരിക്കുന്നു. കൊലപാതകം എന്നത് തീരെ എടുത്തുപോയിരിക്കുന്നു. ഇതല്ലേ വസ്തുത? ഇതെല്ലാം നാടിൻ്റെ അനുഭവ സാക്ഷ്യമല്ലേ? അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നത് നാം നമ്മോട് തന്നെ ചോദിച്ചുകൊണ്ടേയിരിക്കണം. കാരണം ഈ കാലത്ത് അത്തരം കാര്യങ്ങളെല്ലാം മറച്ചുവെച്ച് മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കാനാകുമോ എന്ന് ചില നിഗൂഢ ശക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടമാണ്. ന്യൂനപക്ഷ സംരക്ഷണത്തിൻ്റെ കാര്യമായാലും ന്യൂനപക്ഷത്തിൻ്റെ വിദ്യാഭ്യാസ, സാമൂഹിക പുരോഗതിയുടെ കാര്യത്തിലായാലും വ്യക്തമായ ബദൽ കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചുകൊണ്ടാണ് നാം നീങ്ങുന്നത്, നമ്മുടെ സംസ്ഥാനം നീങ്ങുന്നത്. ഒരു കാര്യം വ്യക്തമാണ്, ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ വർഗീയതയായാലും അതിനോടൊന്നും സന്ധിയില്ല. തീവ്രവാദത്തെയും ഭീകരവാദത്തെയും പൂർണ്ണമായി തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് കേരളം മുന്നോട്ട് പോകുന്നത്. മുസ്ലിം ജമാഅത്തിനെ പോലുള്ള സംഘടനകൾ ഇക്കാര്യത്തിൽ പുലർത്തുന്ന ജാഗ്രത പ്രശംസനീയമാണ്. ഈ യാത്രയിലുടനീളം ബഹുമാന്യായ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഈ കാര്യം അദ്ദേഹത്തിൻ്റെതായ ഭാഷയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. മതനിരപേക്ഷയുടെ സന്ദേശം നല്ലതുപോലെ ഉയർത്താൻ അദ്ദേഹം തയ്യാറായിട്ടുണ്ട്. വർഗീയതയ്ക്കെതിരെ ജാഗ്രത പാലിക്കണം എന്നതും അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ന്യൂനപക്ഷങ്ങൾക്കും ദളിതർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും നേരെ ഒരു വിവേചനവും കേരളത്തിലുണ്ടാകുന്നില്ല. കേന്ദ്ര സർക്കാർ ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾ ഒന്നൊന്നായി നിർത്തലാക്കുന്നു. അപ്പോൾ കേരളം സ്കോളർഷിപ്പ് തുക വർദ്ധിപ്പിക്കുന്നു. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ബുൾഡോസർ കൊണ്ട് വീടുകൾ തച്ചു തകർക്കുന്നു. കേരളം ലൈഫ് പദ്ധതിയിലൂടെ എല്ലാവർക്കും തലചായ്ക്കാൻ സുരക്ഷിതമായ വീടുകൾ ഒരുക്കുന്നു. ഇവിടെ ചിലരുടെ വികാരം ഉണർത്താൻ ഉയർത്തുന്ന ചില വാദഗതികളുണ്ട്. ഞാനതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. പക്ഷേ ചില കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി പറയുന്ന ഒരു കാര്യം അധികാര കേന്ദ്രവുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ അധികാര കേന്ദ്രത്തിൽ ചിലരുണ്ടായാൽ മാത്രമേ ചില വിഭാഗങ്ങൾക്ക് ആവശ്യമായ സംരക്ഷണം കിട്ടൂവെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ലൈഫ് വീട് അടുത്ത മാസത്തോടെ 5 ലക്ഷം വീടാണ് പൂർത്തിയാകാൻ പോകുന്നത്. ആ 5 ലക്ഷം വീട് കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്കാണ് ലഭിക്കുന്നത്. ആ പാവപ്പെട്ട ജനങ്ങളിൽ എല്ലാവരുമുണ്ട്. ഹിന്ദു ഉണ്ട്, മുസ്ലിം ഉണ്ട്, ക്രിസ്ത്യാനി ഉണ്ട്, ഏതെല്ലാം വിഭാഗമുണ്ട് ആ വിഭാഗമൊക്കെ ഉണ്ട്. എല്ലാ മതസ്ഥരുമുണ്ട്, എല്ലാ ജാതിക്കാരും ഉണ്ട്. 5 ലക്ഷം വീട് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു 1.25 ലക്ഷത്തിലധികം വീടുകൾ സ്വാഭാവികമായും
ജനസംഖ്യാനുപാതികമായി മുസ്ലിം ജനവിഭാഗങ്ങൾക്കും പോകും, പാവപ്പെട്ട മുസ്ലിമിന് ലഭിക്കും. ഇതല്ലേ നമ്മുടെ നാട്ടിൽ കാണാൻ കഴിയുക? 60 ലക്ഷം ആളുകൾക്ക് 2000 രൂപ പെൻഷൻ കിട്ടുന്നു. 60 ലക്ഷം പേർക്ക് പെൻഷൻ കിട്ടുന്നു എന്ന് പറയുമ്പോൾ അതേതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രമാണോ? എല്ലാ വിഭാഗത്തിനുമല്ലേ? ജനസംഖ്യാനുപാതികമായി എത്ര കുറഞ്ഞാലും 15 ലക്ഷത്തിൽ കൂടുതൽ നമ്മുടെ മുസ്ലിം ജനവിഭാഗത്തിനും കിട്ടുന്നുണ്ടാവില്ലേ? ഇതല്ലേ എല്ലാ കാര്യത്തിനും കാണാൻ കഴിയുക. ഇപ്പോ മറ്റ് എല്ലാ കാര്യങ്ങളിലേക്കും ഞാൻ അങ്ങനെ കണക്കായിട്ട് പോകുന്നില്ല. പക്ഷെ ഇത് മറച്ചു വെക്കാൻ നോക്കുകയാണ്. അപ്പോൾ തെറ്റായ ചിത്രീകരണങ്ങൾ, തെറ്റായ പ്രചരണങ്ങൾ എങ്ങനെയെല്ലാം അഴിച്ചുവിടുന്നു എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാനും ബാങ്ക് നിർത്താം ബാങ്ക് കഴിഞ്ഞിട്ട് സംസാരിക്കാം. മുസ്ലിം ജനവിഭാഗങ്ങളുടെ സാമൂഹിക പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് നേരത്തെ രാജ്യത്ത് സച്ചാർ കമ്മിറ്റിയെ നിയോഗിച്ചത്. ആ സച്ചാർ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പദ്ധതികൾ കൃത്യമായി ആവിഷ്കരിക്കാൻ കഴിഞ്ഞത് നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകതയാണ്. സച്ചാർ കമ്മിറ്റി ശുപാർശയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനെതിരെ ഒരു അനാവശ്യ പ്രചരണം നടക്കുന്നത് കൂടി പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. അത് സ്കോളർഷിപ്പ് അനുപാതം 80:20 എന്നതിൽ നിന്നും 58:42 കുറച്ചത് LDF സർക്കാരാണ് എന്നതാണ് ആ ആരോപണം. പക്ഷേ വസ്തുത എന്താണ്? കഴിഞ്ഞ 8 വർഷക്കാലവും കേരളത്തിൽ 80:20 എന്ന അനുപാതത്തിൽ തന്നെയാണ് കാര്യങ്ങൾ നടന്നത്. എന്നാൽ 2 വർഷം മുൻപ് ഹൈക്കോടതിയിൽ ഇത് സംബന്ധമായൊരു കേസുണ്ടായി. തുടർന്ന് ഹൈക്കോടതിയാണ് മുസ്ലിം ക്രൈസ്തവ ജനസംഖ്യക്കാനുപാതികമായി സ്കോളർഷിപ്പ് 58:42 എന്ന തോതിൽ നടപ്പാക്കണമെന്ന് ഉത്തരവിട്ടത്. ഇപ്പോൾ കോടതി ഉത്തരവ് അനുസരിക്കാൻ സർക്കാർ ബാധ്യസ്ഥമാണ്. മറ്റ് വഴികൾ സർക്കാരിന് മുന്നിലില്ല. എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ വിധി നടപ്പാക്കി. പക്ഷെ അതോടൊപ്പം തന്നെ ആ ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീലും പോയി. ആ അപ്പീൽ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുകയാണ്. ആ കേസ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലുമാണ്. അതുകൊണ്ട് അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. നടക്കുന്ന പ്രചരണങ്ങളിൽ ഒന്ന് എന്താണ് എന്നുള്ളത് വ്യക്തമാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും നമ്മുടെ നാട്ടിൽ മാതൃകാപരമായ രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. നാം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നാടിൻ്റെ മതനിരപേക്ഷത കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നതാണ്. അതിന് എല്ലാ ഘട്ടത്തിലും ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത സമീപനം സ്വീകരിക്കാൻ സാധിക്കണം. നമ്മുടെ ശ്രദ്ധിക്കാൻ ഉള്ളൊരു കാര്യം, ഈ യാത്രയുടെ ഭാഗമായി മറ്റൊരു പ്രധാന ചടങ്ങും ഇന്നിവിടെ നടക്കുന്നുണ്ട്. കേരള മുസ്ലിം ജമാഅത്തിൻ്റെ പ്രവാസി സംഘടനയായ ഇന്ത്യൻ കൾച്ചറൽ ഫൗണ്ടേഷൻ, ആ ഇന്ത്യൻ കൾച്ചറൽ ഫൗണ്ടേഷൻ്റെ റിഫായി കെയർ പദ്ധതിയുടെ ഉദ്ഘാടനമാണത്. അതിൻ്റെ ഒരു പ്രത്യേകത, ഓട്ടിസം, സെറിബ്രൽ പാൾസി ബാധിതരായ 1000 കുട്ടികൾക്ക് ഓരോ വർഷവും 30,000 രൂപ വീതം നൽകുന്ന പദ്ധതിയാണ്. ഈ പദ്ധതി മാനവികതയുടെ വലിയൊരു അടയാളപ്പെടുത്തലാണ്. ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങളെയും അവരുടെ കുടുംബങ്ങളെയും ചേർത്ത് പിടിക്കുക എന്നത് നമ്മുടെ സാമൂഹ്യ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം ശ്ലാഘനീയമായി നിറവേറ്റാൻ ICF നടത്തുന്ന മുൻകൈ എടുത്തു പറയേണ്ടതാണ്. അവരെ ഹാർദമായി ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കുകകൂടി ചെയ്യട്ടെ. അതുപോലെ തന്നെ റിഫായി കെയർ പദ്ധതി കുഞ്ഞുങ്ങൾക്ക് വലിയൊരു ആശ്വാസമായി മാറും എന്ന് കരുതുന്നു. ഒപ്പം മനുഷ്യർക്കിടയിൽ സ്നേഹത്തിൻ്റെ പാലങ്ങൾ പണിയാൻ
ഈ യാത്രക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ബഹുമാനായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് ഇനിയും ഇതുപോലുള്ള സന്ദേശം കേരളത്തിലാകെ പറത്തിക്കൊണ്ട് യാത്ര ചെയ്യാനുള്ള ആരോഗ്യം ഭാവിയിൽ ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി നിറഞ്ഞ സന്തോഷത്തോടെ ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദനം.